എങ്ങനെ ഒരു കുഞ്ഞിനെ വളർത്തണം? അല്ലെങ്കിൽ എങ്ങനെ ഓരോ ഡെവലപ്മെൻറ്റ് സ്റ്റേജും അനലൈസ് ചെയ്യണം? എങ്ങനെ സെൽഫ് ഇംപ്രൂവ് ചെയ്യണം ആസ് എ പാരൻറ്റ്? എന്നുള്ള ഏതെങ്കിലും ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ ചിലപ്പോൾ വിരലിൽ എണ്ണാവുന്നതേ ഉണ്ടാവുള്ളൂ അല്ലേ? ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ടോപ്പിക് പോസിറ്റീവ് പാരൻറ്റിങ്ങിനെ പറ്റിയിട്ടാണ്. അത് ഏത് സ്റ്റേജ് ആയിക്കോട്ടെ, പോസിറ്റീവ് പാരൻറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള ചെറിയ ടിപ്സും ഒപ്പീനിയൻസും പിന്നെ ആ കോൺസെപ്റ്റും ജസ്റ്റ് ഐ വോണ്ട് ടു ഇൻട്രൊഡ്യൂസ് ടു യു ആൾ. സോ വാട്ട് ഈസ് പോസിറ്റീവ് പാരൻറ്റിങ്? പോസിറ്റീവ് പാരൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ പാരൻറ്റിങ് ആസ് എ ഹോൾ ഇറ്റ്സ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയാം. നമ്മളൊരു പാരൻ്റ് ആവുമ്പോൾ നമ്മൾ അൺകണ്ടീഷണൽ ലവ് കുഞ്ഞിന് കൊടുക്കാൻ ശ്രമിക്കുന്നു അല്ലേ? കുഞ്ഞിൻ്റെ ജനനം മുതൽ ഓരോ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും നമ്മൾ അൺകണ്ടീഷണൽ ലവ് കൊടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ പോസിറ്റീവ് പാരൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെസ്പെക്റ്റ്ഫുൾ ലവ്വിങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് കുട്ടികളുമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് എന്ന് പറയുന്നു പോസിറ്റീവ് പാരൻറ്റിങ്ങിൽ. അപ്പോൾ പോസിറ്റീവ് പാരൻറ്റിങ് തന്നെയാണ് നമ്മളെല്ലാവരും തുടർന്നു കൊണ്ടുപോകുന്നത് എന്ന് ഒരു പറ്റം പാരൻസ് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ കൂടുതൽ കുട്ടികളെ കറക്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്. എവിടെയാണ് കറക്ഷൻ ഉള്ളത്? വി ആർ ട്രൈങ് ടു ചേഞ്ച് ദ ചൈൽഡ്. അങ്ങനെയല്ലേ? കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. വി ആർ ട്രൈങ് ടു ചേഞ്ച് ദ ചൈൽഡ്. ആ കുട്ടി എന്ത് തെറ്റ് ചെയ്യുന്നു അവിടെ ചൂണ്ടിക്കാണിച്ചാൽ നീ ഇത് കറക്റ്റ്, നീ ഇത് കറക്റ്റ്, നീ ഇത് കറക്റ്റ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സോ വാട്ട് വിൽ ഹാപ്പൻ? നമ്മൾ ആ കറക്ഷൻ, പണിഷ്മെൻറ്റ്, ആ ഒരു പാരൻറ്റിങ് സ്റ്റൈൽ മാറി ഇപ്പോഴത്തേക്ക് ന്യൂ ജനറേഷൻ പാരൻസ് കുറച്ചും കൂടിയും പോസിറ്റീവ് പാരൻറ്റിങ്ങിലേക്ക് ഒരു ഫ്രണ്ട്ലി എന്നതിലും അപ്പുറം കുറച്ചും കൂടി കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനും ഉൾക്കൊള്ളാനും പറ്റുന്നുണ്ട്. പക്ഷേ പാരൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഒരു കുട്ടീനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതല്ല. ആ ഒരു കുട്ടിയായാലും അതൊരു വ്യക്തിയാണല്ലോ. അപ്പോൾ കുട്ടീനെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നതിലല്ല, ആ കുട്ടിയുടെ ഡെവലപ്മെൻറ്റിൽ, കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റിൽ നമ്മൾ ഈക്വലി ബോത്ത് പാരൻസ്, ആക്ച്വലി പാരൻറ്റിങ് ഇസ് എ ടീം വർക്ക്. ഈക്വലി ബോത്ത് പാരൻസ് ഇൻവോൾവ് ചെയ്ത് ആ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് നമ്മളൊരു കൈത്താങ്ങാവുക എന്നുള്ളതാണ് പാരൻറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ കൊണ്ടുപോകുന്ന ഡയറക്ഷനിൽ കുട്ടി സഞ്ചരിക്കണം എന്നല്ല വേണ്ടത്. നമ്മളിപ്പോൾ ഒരു ഡക്ലിങ്സിൻ്റെ അല്ലെങ്കിൽ ഒരു അനിമൽസിൻ്റെ ഒക്കെ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിച്ചാൽ ഫസ്റ്റ് ഏജസിൽ ദേ ആർ റോമിങ് അറൗണ്ട് ദ പാരൻസ്. നമ്മളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ അവർക്ക് ഇഷ്ടപ്പെട്ട ടോയ്സ് വാങ്ങി കൊടുക്കുന്നു, പിന്നെ അവരുടെ കൂടെ നടക്കാൻ പോകുന്നു, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. ബട്ട് ഇൻ സം കേസസ് സിംഗിൾ പാരൻസ് ആർ ഹാൻഡ്ലിങ് അല്ലേ? കുറേ കേസസിൽ സിംഗിൾ പാരൻസിന് ആ ഒരു ഡ്യൂട്ടി ഏറ്റെടുക്കേണ്ടി വരും. പല കേസസിലും ടീം വർക്ക് തന്നെയാണ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. ആക്ച്വലി പാരൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് ദ പാർട്ട്ണർ ഷുഡ് ടേക്ക് കെയർ ദ ചിൽഡ്രൻ. രണ്ട് പാർട്ട്നേഴ്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് പാരൻറ്റിങ്ങിൽ. അല്ലാതെ ഒരു പാരൻ്റ് മാത്രം ഇൻവോൾവ് ചെയ്യുന്നതല്ല പാരൻറ്റിങ്. പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ബോത്ത് പാരൻറ്റ്സ് ഷുഡ് ബി ദർ ഫോർ എ ചൈൽഡ്. അപ്പം നമ്മൾ എന്ന് വെച്ചാൽ ബോത്ത് പാരൻ്റ് അവൈലബിൾ ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ ചില ടൈം കൺസ്ട്രെയിൻസ് ഉണ്ടാവും, ജോഗ്രഫിക്കൽ കൺസ്ട്രെയിൻസ് ഉണ്ടാവും, സിറ്റുവേഷണൽ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ സിംഗിൾ പാരൻറ്റിങ് ചെയ്യുന്ന ആൾക്കാർ ദേ മസ്റ്റ് ഹയർ സം ഹെൽപ്പ്. അതൊരു ടീം വർക്ക് തന്നെയാണ്. ഇപ്പോൾ കുട്ടിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾക്കോ നമ്മൾ ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഒരു ഒരു വ്യക്തിനെ അല്ലെങ്കിൽ നമ്മളൊരു ഹെൽപ്പ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ടോയ്സ് വാങ്ങിക്കൊടുത്ത് നമ്മൾ കുട്ടികളെ ഫേവറബിൾ ആക്കാൻ ശ്രമിക്കും അല്ലേ? അത് ഓക്കെയാണ്. പക്ഷേ അവരുടെ ഒപ്പം സപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി എത്ര ഏജ് വരെ നമ്മൾ പാരൻറ്റിങ് ചെയ്യണം? ഓർ വൈ വി ഷുഡ് ബി ആസ് എ പാരൻറ്റ് നമ്മൾ എത്ര ഏജ് വരെ ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യണം? നമ്മൾ ആ ഒരു വൈ ക്വസ്റ്റ്യൻ, വൈ, എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര ഏജിലും ഒരു കുട്ടീനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്? വൈ? നമ്മൾ ആ ഓരോ ഏജസിലും നമ്മൾ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു 18 ഇയേഴ്സ് വരെ ആ കുട്ടിക്ക് സപ്പോർട്ട് വേണം. 18 ഇയേഴ്സ് കഴിഞ്ഞിട്ടും വീണ്ടും നമ്മൾ ആ ഓരോ ഡയറക്ഷൻ, നമ്മൾ പറഞ്ഞ ഡയറക്ഷനിലേക്ക് കുട്ടി പോകാൻ പാടുള്ളൂ എന്ന് ശഠിക്കുന്നത് അതൊരു തരം ഡിമാൻഡിങ് ടൈപ്പാണ്. അതൊരു തരം ഡോമിനൻ്റ് ടൈപ്പാണ് അല്ലേ? അപ്പോൾ ആ കുട്ടിയുടെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്, ഗ്രോത്ത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ആ കുട്ടിയുടെ ഏജ് കണക്കാക്കിയിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. മനസ്സിലാക്കിയിട്ട് തന്നെ വേണം പാരൻറ്റിങ് ചെയ്യാൻ. അപ്പോൾ പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ടാസ്ക്കാണ് എന്ന് വിചാരിക്കും അല്ലേ? എനിവേ ആ കുട്ടി സമൂഹത്തിൽ പോകുമ്പോൾ, കുഞ്ഞുങ്ങൾ സമൂഹത്തിൽ പോകുമ്പോൾ അവർ തന്നെയാണ് അവരുടെ റൂട്ട് കണ്ടുപിടിക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ എല്ലാ സ്റ്റേജസിലും നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് ട്രൂത്താണ്. നമ്മളിപ്പോൾ ഒരു ഡ്രൈവിംഗ് ഇരിക്കുകയാണെങ്കിൽ
നമ്മളുടെ കയ്യിലാണ് സ്റ്റിയറിങ്. സോ വി ആർ ഡിസൈഡിങ് വെയർ ടു ഗോ, അല്ലെങ്കിൽ ഹൗ ടു റീച്ച് ദെയർ, ഏത് റൂട്ട് എടുക്കണം എന്നുള്ളത്. അത് തന്നെയാണ് ഓരോ വ്യക്തിയുടെ കാര്യത്തിലും. അപ്പോൾ കൂടുതൽ കുട്ടികളുടെ കാര്യത്തിൽ ഇവോൾവ് ചെയ്യുമ്പോൾ അവരുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റാണ് നമ്മൾ ഒരു ഹിൻഡ്രൻസ് സൃഷ്ടിക്കുന്നത്. ബി ദ ചേഞ്ച് യു വാണ്ട് ടു സീ, അത് ആ കുട്ടിക്ക് മനസ്സിലാവണം. അപ്പോൾ ആ കുട്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ ചെറിയ കാര്യങ്ങളിൽ തെറ്റുകളുണ്ടെങ്കിൽ പണിഷ്മെൻറ്റ് ചെയ്യാണ്ട് അവരെ എങ്ങനെ റെക്ടിഫൈ ചെയ്യാം എന്ന് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതാണ്. ബിക്കോസ് ഈച്ച് ആൻഡ് എവറി ചൈൽഡ് ഈസ് ഡിഫറെൻറ്റ്, ഈച്ച് ആൻഡ് എവറി പാരൻറ്റ് ഈസ് ഡിഫറെൻറ്റ്. നമ്മൾ വിചാരിക്കും കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പണ്ട് തൊട്ടേ ഉള്ളൊരു ട്രഡീഷണൽ വേ ഓഫ് പാരൻറ്റിങ്, റെക്ടിഫൈ ദ ചൈൽഡ് ബൈ സ്കോൾഡിങ് അല്ലെങ്കിൽ ഗിവിങ് പണിഷ്മെൻറ്റ്, അല്ലേ? അത് മാറ്റണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, വി ഹാവ് ടു റെക്ടിഫൈ ദ ചൈൽഡ്, ബട്ട് ഹൗ? നമ്മൾ റൂട്ട് പറഞ്ഞു കൊടുത്തിട്ടാണോ, അല്ലെങ്കിൽ ഡയറക്ഷൻസ് കൊടുത്തിട്ടാണോ? അല്ല, വി ഹാവ് ടു റെക്ടിഫൈ ദ ചൈൽഡ് ബൈ ബീങ് എ മോഡൽ. നമ്മൾ തന്നെ ഒരു മോഡലാണ്. നമ്മളിപ്പോൾ വീടുകളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇടയിൽ തന്നെ, പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ തന്നെ കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. ആൻഡ് ദ ചൈൽഡ് ഈസ് സീയിങ് ഓൾ ദ പ്രോബ്ലംസ്. കുട്ടി കാണുന്നുണ്ട്, ആ പ്രോബ്ലംസ് കാണുന്നുണ്ട്. ഇഫ് ദർ ഇസ് നോ ഒരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ്, ദർ ഇസ് നോ പോസിറ്റീവ് എൻവയോൺമെൻറ്റ്, ദ ചൈൽഡ് വുഡ് ഫീൽ അൺസേഫ്. അല്ലെ, ഒരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ് ഇല്ലെങ്കിൽ ആ കുട്ടി ഒരു അൺസേഫ് ഫീൽ ചെയ്യുന്നില്ലേ? അപ്പോൾ എങ്ങനെ പോസിറ്റീവ് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കിയെടുക്കാം? അത് നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്ത് ബോത്ത് പാർട്ട്നേഴ്സ് വർക്ക് ആസ് എ ടീം എങ്ങനെ ആ കുട്ടിക്ക് നല്ല ഹാപ്പി മൊമെൻറ്റ്സ് കൊടുക്കാം. ലൈക്ക് വൺ പാരൻറ്റിങ്, ഒരു സിംഗിൾ പാരൻറ്റിങ് അല്ലാതെ സാധിക്കുന്നിടത്തെല്ലാം വർക്ക് ആസ് എ ടീം ആൻഡ് ഗീവ് ദം അൺകണ്ടീഷണൽ ലവ് ആൻഡ് ഗീവ് ദം സേഫ് എൻവയോൺമെൻറ്റ് ടു ഗ്രോ. വെറുതെ സ്പോട്ടിങ് ദ മിസ്റ്റേക്ക് അല്ല പാരൻറ്റിങ്, ഇറ്റ്സ് റിയലി റെക്ടിഫൈങ് അറ്റ് ദ ഏർലി സ്റ്റേജ്. അത് ആ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിൽ ആ കുട്ടീനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി പോസിറ്റീവ് പാരൻറ്റിങ്ങിൻ്റെ ഇത്രയും കാര്യങ്ങൾ നമ്മളിൽ തന്നെ അടിച്ചേൽപ്പിക്കുന്ന പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളും മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എവല്യൂഷൻ്റെ ഒരു ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? സ്വഭാവത്തിലായാലും നമ്മൾ കണ്ടുപിടിക്കുന്ന സൊല്യൂഷൻസിലായാലും. ആൻഡ് ഈവൻ ദ പ്രോബ്ലംസ് ആർ ചേഞ്ചിങ്, ദ സൊല്യൂഷൻ ഈസ് ഓൾസോ ചേഞ്ചിങ്. പണ്ടത്തെ പാരൻറ്റിങ്ങിൽ ഒരു സ്ട്രിക്റ്റ് പാരൻറ്റിങ് ആണെങ്കിൽ ഇപ്പോൾ കുറച്ച് ഫ്ലെക്സിബിൾ പാരൻറ്റിങ് ആണ്. പിന്നെ ഹെലികോപ്റ്റർ പാരൻറ്റിങ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് ചിലപ്പോൾ ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ടാവും. നമ്മളൊരു സംഭവം കുട്ടിക്ക് എന്താ പറയുക, ആ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുമ്പോഴേക്കും വി ആർ ഓവർ പ്രൊട്ടക്റ്റിങ്, ഓർ ആ കുട്ടിക്ക് ആ ഒരു സ്റ്റേജ് എക്സ്പീരിയൻസ് ചെയ്യാൻ കൊടുക്കാണ്ട് വി ആർ ഓവർ പ്രൊട്ടക്റ്റിങ് ദം. അപ്പോൾ അത് അവരുടെ ഒരു സെൽഫ് ഡെവലപ്മെൻറ്റിന് തന്നെ ഇത്തിരി കുറച്ച് ഡിലേ ആവും. പിന്നെ അവർ അവരുടെ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഹൗ ടു ഹാൻഡിൽ എന്നുള്ളത് ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ അവിടെ പാനിക്കാവും. നേരെ മറിച്ച് ആസ് എ പാരൻറ്റ് വി ആർ വിറ്റ്നസിങ് സംതിങ് ആൻഡ് വി ആർ ജസ്റ്റ് പ്രൊവൈഡിങ് എ സപ്പോർട്ട്, ദ ചൈൽഡ് വിൽ ആ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഈസി ആയിട്ട് പോകും. പിന്നെ പാരൻറ്റിങ് ടിപ്സ് പറയുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ടിപ്പും കൂടി പറഞ്ഞിട്ട് ഞാനിവിടെ നിർത്തുകയാണ്. ടേക്ക് കെയർ യുവർ സെൽഫ് ആസ് എ പാരൻറ്റ്. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു എം ടി കപ്പാണെങ്കിൽ വി കനോട്ട് പോർ ലവ്, വി കനോട്ട് പോർ കെയർ ടു ദ അതർ കപ്പ്, അല്ലേ? ആ ഒരു കുഞ്ഞു കപ്പിലേക്ക്, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ റെപ്ലിക്ക എന്ന് വിചാരിക്കുന്നത് നമ്മളുടെ തന്നെ മക്കളിലേക്ക് നമ്മൾ എം ടി ആണെങ്കിൽ നമ്മൾ കൊടുക്കും? സോ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നിങ്ങൾ തന്നെ ടേക്ക് കെയർ ചെയ്യണം ആസ് എ പാരൻറ്റ്. ദാറ്റ്സ് എ മസ്റ്റ്. നമ്മളുടെ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം എന്നല്ല, നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. നമ്മൾ ചിലപ്പോൾ സാക്രിഫൈസ് ചെയ്ത് അറ്റം കണ്ടിട്ടുണ്ടാവും. എന്തിന് എന്തിനിങ്ങനെ അറ്റം കാണണം? ആവശ്യമില്ല. സാക്രിഫൈസ് ചെയ്യണം. ബട്ട് സാക്രിഫൈസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു അറ്റത്തേക്ക് സാക്രിഫൈസ് ചെയ്യണം എന്നല്ല. വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് അവർ സെൽഫ്. എല്ലാത്തിനും ഒരു ബൗണ്ടറി വേണം. എല്ലാം എല്ലാം ദാനമായി കൊടുത്ത് ഈസിയായി കുട്ടികൾക്ക് അവൈലബിൾ ആക്കി കൊടുക്കുമ്പോൾ നമ്മുടെ മക്കളെ തന്നെയല്ലേ ചീത്തയാക്കി കൊണ്ടുപോകുന്നത്. സാക്രിഫൈസ് ചെയ്യേണ്ടതിനും ഒരു പരിധിയുണ്ട്. മക്കൾ മനസ്സിലാക്കുന്ന മക്കളാണെങ്കിൽ സാക്രിഫൈസ് ചെയ്യണതിന് അർത്ഥങ്ങളുണ്ടല്ലേ. ഇതൊക്കെയാണ് എൻ്റെ ഒപ്പീനിയൻ ട്ടാ. ഇനി എങ്ങനെയാണ് ആസ് എ പാരൻറ്റ് യു ഗോ, ആസ് എ പാരൻറ്റ് യു ഫീൽ ദ പാരൻറ്റിങ് സ്റ്റൈൽ, വാട്ട് ഈസ് യുവർ പാരൻറ്റിങ് സ്റ്റൈൽ? ഇതെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ പോസിറ്റീവ് പാരൻറ്റിങ്ങിനെ പറ്റിയിട്ട് കുറച്ചൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ്സ് എ ടീം വർക്ക് ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആസ് എ പാരൻറ്റ്. ഹാപ്പി ഡേ.